الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽ ബദ്റു വൽ ബദ്രിയൂൻ, ബദറും ബദ്രീങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഒരു അല്പ സമയം കൊണ്ട് ബദറിലൂടെ, അതല്ലെങ്കിൽ ബദർ യുദ്ധത്തിലൂടെ വിശ്വാസികൾക്ക് ഇന്നും നിലകൊള്ളുന്ന ഗുണപാഠങ്ങൾ ഏതാണ് എന്ന് മാത്രമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് മദീനക്കടുത്തുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ യുദ്ധം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ബദർ യുദ്ധം എന്ന സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഉഹദും അങ്ങനെ തന്നെയാണ്. പിന്നെ ബദരിയൂൻ എന്ന് പറഞ്ഞാൽ അത് അറബിയാണ്. ബദരീങ്ങൾ എന്നതിൻ്റെ മലയാള ഭാഷയാണ്. അതിൻ്റെ ഭാഷാന്തരം ചെയ്താൽ ബദരീങ്ങൾ എന്ന് വേണേൽ, അല്ലെ ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്നൊക്കെ നമുക്ക് ഭാഷാന്തരം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കഥകളൊന്നും, അതേ പ്രകാരം അതിൻ്റെ പശ്ചാത്തലവും ഒന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മക്കയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരാണ് മുഹാജിറുകൾ. അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഏക കാരണത്താൽ അന്യായമായി സ്വന്തം നാടുകളിൽ നിന്ന് പുറത്താക്കി എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങൾ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ഏക കാരണം കൊണ്ടാണ് മുഹാജിരീങ്ങളായിക്കൊണ്ട് രാജ്യം വിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹിയും സഹാബത്തും പോവേണ്ടി വന്നത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോകുമ്പോൾ ഇവരെ കയ്യിലുള്ള ധനവുമായോ കച്ചവട വസ്തുക്കളുമായോ അതേപ്രകാരം സമ്പത്തുമായോ ഒന്നും തന്നെ പോവാൻ മുശ്രിക്കുകൾ സമ്മതിച്ചിട്ടില്ല. സുഹൈബ് ബിൻ സിനാൻ തൻ്റെ കച്ചവടം ഔദാര്യമായി നൽകിയും കൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്. ഈ പണവും ഇതെല്ലാം സംഭരിച്ചുകൊണ്ട് ഖുറൈശി നേതാവാകുന്ന അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വരികയാണ്. തീർത്തും അബൂ സുഫിയാനെ തുരത്താൻ അന്നത്തെ മുഹാജിറുകൾക്കും റസൂലുള്ളാഹിക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. കാരണം ഈ സ്വത്ത് വിഹിതത്തിൽ ഞങ്ങളുടെ കൂടെ സ്വത്തുണ്ട്. സുഹൈബ് ബിൻ സിനാൻ ഒഴിവാക്കിയ കച്ചവടത്തിന്റെ ധനത്തിന്റെ പങ്കുണ്ട് അബൂ സുഫിയാന്റെ കയ്യിൽ. ഇതിന്റെ ലാഭം മുസ്ലിമീങ്ങൾക്കെതിരെ ചിലവഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ തുരത്തേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. കിട്ടിയാൽ പിടിച്ചെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ എന്തിനാ വിളയിൽ പോയതെന്ന് തോന്നും. ഒരു പോകാൻ കാരണമുണ്ട്. അന്യായമായി നാട്ടിൽ നിന്ന് പുറത്താക്കി സ്വത്ത് പിടിച്ചു വെച്ചു, അസ്വത്ത് സംഭരിച്ചുകൊണ്ടാണ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത്. അബൂ സുഫിയാനെ സ്വന്തം പറഞ്ഞ കച്ചവടമല്ല. അതുകൊണ്ട് തന്നെ അത് തുരത്തേണ്ടതും സാധിക്കുമെങ്കിൽ പിടിച്ചെടുക്കേണ്ടതും സ്വഹാബത്തിന് ധാർമ്മികമായി അവകാശമുള്ള കാര്യമാണ്. കച്ചവടത്തിന് അബൂ സുഫിയാൻ പോയ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. സ്വഹാബത്തിനോട് പറഞ്ഞു, ഇതാ അബൂ സുഫിയാൻ
ഈ വഴി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മുടെ സ്വത്ത് നമ്മൾ പിടിച്ചെടുക്കണം. അതന്നെ ലാഭം അവൻ ഇസ്ലാമിനെതിരെ ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് പേടിപ്പിക്കേണ്ടതും ഒന്ന് എത്തിറാവ് ചെയ്യേണ്ടതും തുരത്തേണ്ടതും അനിവാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പുറപ്പെടുന്നത് ഹിജ്റയുടെ 17ാമത്തെ മാസത്തിലെ റമദാൻ 12-ന്റെ അന്നാണ്. ഇന്ന് റമദാൻ 12 പുറപ്പെടുന്ന ദിവസം. ഹിജ്റ വന്നിട്ട് 17 മാസമാണ് ആയത്. മദീന എന്ന യസ്രിബ് ഇവർക്ക് അത്ര പരിചയമുള്ള സ്ഥലമല്ല. പക്ഷേ നാടില്ല, ആദർശവുമായി ജീവിക്കുവാൻ നിൽക്കക്കള്ളിയില്ല, നിർഭയമായി കഴിഞ്ഞുകൂടുവാൻ വീട് പോലുമില്ല, മാന്യമായി കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മാന്യമായി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോലും മക്കയുടെ പരിസരത്ത് സമ്മതിക്കാതെ വന്നപ്പോൾ രാജ്യം വിടേണ്ടി വന്നു. സുഖത്തിന് പോയതല്ല, നിർഭയത്വം തേടി പോയതല്ല, സ്വസ്ഥത തേടി പോയതല്ല, ടൂറ് പോയതല്ല. അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ മുന്നോടിയായി ഈ വാർത്ത അബൂ സുഫിയാൻ അറിഞ്ഞു. മുഹമ്മദും കൂട്ടരും നമ്മെ തുരത്താൻ റെഡിയായി നീങ്ങുന്നുണ്ട്. ഇതറിഞ്ഞ അബൂ സുഫിയാൻ, വളരെ സൂത്രശാലിയും തന്ത്രശാലിയുമായ അബൂ സുഫിയാൻ കടൽക്കരയിലൂടെ ബദർ ടച്ച് ചെയ്യാതെ, മദീനയുടെ പ്രാന്തപ്രദേശം ടച്ച് ചെയ്യാതെ അദ്ദേഹം കരമാർഗം, അതല്ല സമുദ്രത്തിന്റെ കരമാർഗം അദ്ദേഹം മക്കയിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഈ വിവരം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ഒരുക്കം മുഹമ്മദും കൂട്ടരും ഒരുങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി യുദ്ധത്തിന് ഒരുങ്ങിയിട്ടില്ല, ആയുധമില്ല, ആൾബലമില്ല, സഖ്യകക്ഷിയില്ല, സമ്പത്തില്ല. അതൊക്കെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും ഇത് കേട്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് ജഗമൊക്കെ ഇറങ്ങിയും കൊണ്ട് മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും അബൂ സുഫിയാനെ സഹായിക്കാനും മുഹമ്മദ് നബിയെ ഒരു സഹായത്തിനെ പാടെ നിഷ്കാസനം ചെയ്യാനും വേണ്ടി അവർ തയ്യാറായി. അബൂ സുഫിയാൻ കഴിച്ചിലായി, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അബൂ സുഫിയാനോട് ആളെ വിട്ടുകൊണ്ട് അബൂജഹലിനോട് അബൂ സുഫിയാൻ പറഞ്ഞു, കച്ചവടം കാഫിർ സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ മക്കയിലേക്ക് പോവേണ്ടതില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ മദീനയിലേക്ക് പോകേണ്ടതില്ല, നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് പോകണമെന്ന് അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ, നമ്മളാരാ, അങ്ങനെ സംഭവിക്കാൻ തന്നെ പാടില്ലല്ലോ. നമ്മളെ തുരത്താൻ, നമ്മളെ പേടിപ്പിക്കാനോ നമ്മുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാനോ പാടില്ലാത്ത ആളുകളല്ലേ നമ്മൾ. മുഹമ്മദ് ആരാ? ഒരു നിസ്സാരനായ, നമ്മൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയ, കുലുമാലുണ്ടാക്കിയ, കുടുംബം തെറ്റിച്ച, ബന്ധം മുറിച്ച, നമ്മുടെ പൂർവ്വപിതാക്കൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയൊക്കെ തന്നെ ഇട്ടേച്ചു പോയവൻ വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. റസൂൽ പുറപ്പെട്ടത് 12. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. അവിടുന്ന് ഇവിടെ എത്തണം, ടൈമൊക്കെ എടുക്കും. എന്നതുമാതിരി മൊബൈലും അതേമാതിരി പ്ലെയിനൊന്നും ഇല്ലല്ലോ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഒരുങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ 313-14 ആളുകൾ, 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. ഭക്ഷണമൊന്നുമില്ല, വസ്ത്രമില്ല, ചെരുപ്പ് ധരിച്ചിട്ടില്ല, വയറ് നിറച്ചിട്ടില്ല, ഒന്നുമില്ല. ഇവരാണെങ്കിലോ 1000 ചില്ലാനം ആളുകൾ. അതേ പ്രകാരം തന്നെ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ 700 ഒട്ടകങ്ങൾ, 200 കുതിരകൾ. യഥേഷ്ടം ഭക്ഷിക്കാനും ആടിക്കളിച്ച് ഉല്ലസിച്ചുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകുവാൻ ഗായികമാരായ യുവതികളെയുമൊക്കെ ആയിട്ടാണ് അബൂജഹലും പാർട്ടിയും ഒക്കെ വരുന്നത്. വന്നു. ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ ഓർഡർ റസൂലുള്ളാഹിക്ക് വന്നിട്ടുണ്ട്. അതെന്താ? 2-ൽ 1 നിങ്ങൾക്ക് ഞാൻ നൽകാം എന്ന വാഗ്ദത്തമാണത്.
അതിന്റെ വിഷയത്തിൽ വരുന്നുണ്ട്. രണ്ടിലൊന്ന്, ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള അബൂജഹലിന്റെ ഗനീമത്ത് സ്വത്താവാം, ചിലപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടാതെ അബൂ സുഫിയാന്റെ സ്വത്താവാം. രണ്ടിലൊന്ന്. അതതിനനുസരിച്ചിരിക്കും. അപ്പൊ കണക്കാക്കിയ കണക്കനുസരിച്ച് റാത്ത് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന്റെ സ്വത്താണ്. റാത്ത് ഷൗക്കത്ത് എന്ന് പറഞ്ഞാലോ അബൂജഹലുമായി അബൂജഹൽ ഇട്ടേച്ചു പോകുന്ന ഗനീമത്ത് സ്വത്തുമാണ്. അതിന് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം അനുഭവിക്കണം. ആ പ്രയാസമാണ് ബദർ, അത്രേ ഉള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ ഓർഡർ പ്രകാരം സഹാബത്തുമായി മുശാവറ നടത്തി, മുഹാജിറുകളോടും അൻസാറുകളോടും ഒക്കെ മുശാവറ നടത്തി. അള്ളാഹു മുഹമ്മദ് നബിയോട് ചെയ്തതായിരിക്കുന്ന ആ വഅദക്ക് വേണ്ടി റസൂലുള്ള കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കൈ മേലോട്ട് ഉയർത്തി തലയിലെ തട്ടം റസൂലുള്ളാന്റെ തോളത്തേക്ക് വീഴുമാർ വിനയത്തോടെ, താഴ്മയോടെ, എളിമയോടെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ ഇറക്കിക്കൊണ്ട് ആ യുദ്ധത്തെ വിശ്വാസികൾക്ക് അനുകൂലമായി വിജയിപ്പിക്കുകയും എണ്ണപ്പെട്ട സഹാബത്തും 70ഓളം മുശ്രിക്കീങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ബദറിന്റെ ചുരുക്ക രൂപം ഉണ്ടാവാനുള്ള കാരണം. ഇതിപ്പോ കഥയാക്കി ഇങ്ങനെ പാടി പറഞ്ഞ് പൊടിപ്പും തൊങ്ങലൊന്നും വെപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം. എന്നാൽ നമ്മൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾക്ക് എന്താണ് ബദറിലൂടെ നമുക്ക് നേടാനുള്ളത്? നമ്മൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ മുവഹ്ഹിദീങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ് ബദറിലൂടെ നേടുവാനുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ, ബദർ നടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ഉണ്ട്. അള്ളാനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വേണോ വേണ്ടേ? ഈ ഭൂമുഖത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം ഇവിടെ വേണോ വേണ്ടയോ? അതിൽ വേണം എന്നുള്ളതിന്റെ തെരഞ്ഞെടുപ്പാണ്. എന്താ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ആതി മാ വഅതനി, നീ എന്നോട് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദാനം നീ എനിക്ക് നിറവേറ്റി തരണം. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, നീ എന്നോട് വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദ പെട്ടെന്ന് വേണം, വേണം, കുറെ കഴിഞ്ഞിട്ട് പോരാ, നിറവേറ്റി തരണം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, ഈ ചെറു സംഘത്തെ നീ എങ്ങാനും ഇവിടെ വെച്ചുകൊണ്ട് നശിപ്പിക്കുകയാണെങ്കിൽ, ഫലം തുഅബദ് മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൽ പെട്ട ഇവരെ പറ്റത് നശിപ്പിക്കുകയാണെങ്കിൽ, ഇന്നകലൻ തുഅബദ ഫിൽ അർളി അബദ, ഫലൻ തുഅബദ ഫിൽ അർളി അബദ, നീ ഭൂമിയിൽ നിന്ന് ആരാധിക്കപ്പെടാൻ ആളുണ്ടാവില്ല, ആരാധിക്കാൻ ആളുണ്ടാവില്ല, നീ ആരാധിക്കപ്പെടില്ല. അത് വേണോ വേണ്ട തീരുമാനിക്കേണ്ട ആരാ? അള്ളാഹു ആണ്. പടച്ചോൻ തീരുമാനിച്ചു വേണമെന്ന്. ആ തീരുമാനമാണ് വിജയം. ബദറിലെ ഒന്നാമത്തെ ഗുണപാഠം അതാണ്. മുഅ്മിനീങ്ങൾ അവശേഷിക്കണ്ട എന്നുള്ള അള്ളാന്റെ തീരുമാനത്തിന് യൗമുൽ ഖിയാമ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്ന മുവഹ്ഹിദീങ്ങൾ ഇവിടെ അവശേഷിക്കണം എന്നുള്ള അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ് ബദറിലെ ഒന്നാമത്തെ കാര്യം. അതാണ് ഒന്ന്. രണ്ടാമത്തത് അള്ളാന്റെ വാഗ്ദത്തം അല്ലാഹു നിറവേറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരാ ഈ സഹാബത്തിനെ പറ്റി റസൂലുള്ള പറഞ്ഞ എന്താ? അല്ല, അള്ളാഹ് പറഞ്ഞ എന്താ? ഞാൻ ആ ആയതന്നെ ഓടിക്കൽപ്പിച്ച സൂറത്ത് അംഫാൽ 26. നിങ്ങൾ ആരായിരുന്നു എന്നാ ഈ പറയുന്നത്? നിങ്ങൾ വലിയ യോഗ്യന്മാരും ശക്തന്മാരും മല്ലന്മാരും ഒക്കെ ആയിരുന്നു എന്നാണോ ഖുർആൻ പറഞ്ഞ സഹാബത്തിനെ പറ്റി? വദ്കുറു ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർള്, വദ്കുറു, നിങ്ങൾ ഓർക്കണം, നമ്മളും ഓർക്കണം. ഓർത്താ പോരാ, നമ്മൾ ഓർക്കണം. നമുക്കിത് ഓർക്കാനത് ഈ ബദർ എന്ന് ഇത് പറയുന്നത്. വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഓരോരുത്തരും ചിന്തിക്കണം, ആലോചിക്കണം, ഓർക്കണം. എന്ത്? ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർള്, ഭൂമിയിൽ ദുർബലമാക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്ന നിങ്ങളുടെ സന്ദർഭം കഴിഞ്ഞുപോയ ബദറിന്റെ ആ സമയം. എന്താണ് അന്നത്തെ അവസ്ഥ? തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്,
ഈ വരുന്ന മുശ്രിക്കീങ്ങൾ നിങ്ങൾ റാഞ്ചി പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു, ഇവർ നമ്മളെ ഒറ്റയെടുത്ത് കളയുമോ? കാരണം എന്താ? 3 മടങ്ങ അധികം കൂടുതൽ. ഇവിടെ 314 ഉള്ളത്, അല്ല 313, അവിടെ 1000. അപ്പൊ 3 മടങ്ങിന്റെ മേലെയായി, 2 മടങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളാകുന്ന മനുഷ്യർ നിങ്ങളെ ഒറ്റിപ്പോകുമോ, ത്രാഞ്ചിയെടുക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഫാവാക്കും, അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകി. ഇവിടെ ഖിയാമത്ത് നാൾ വരെ മുവാഹിദീങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു. വഅയ്യദക്കും ബിനസ്രിഹി, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തി. വറസഖക്കും മിനത് തയ്യിബാത്ത്, വിശിഷ്ടമായിരിക്കുന്ന ഭക്ഷണം നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന് അന്ന് നടന്ന കാര്യത്തെ പറ്റി അള്ളാഹ് ഉണർത്തുകയാണ്. അവരെയും നമ്മളെയും ഇലാ യൗമിൽ ഖിയാമ വരെയുള്ള മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ മനുഷ്യന്മാരെയും. അതാണ്. അപ്പൊ എണ്ണല്ല പ്രശ്നം, ബണ്ണല്ല പ്രശ്നം, ആയുധമല്ല, സജ്ജീകരണമല്ല, സർവായുധ സജ്ജീകരണത്തോടു കൂടെ വരുന്നതല്ല, പണമല്ല, ഒന്നുമല്ല. എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദത്തം നിറവേറ്റുക എന്നുള്ള ആ നിറവേറ്റലിലൂടെ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന ഒരു വിജയമാണ്. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, മാണോ വേണ്ടതിലെ തീരുമാനമാണ്, അത് വേണമെന്നുള്ള തീരുമാനിച്ചു. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ ആയുധം ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വിജയിച്ചത്? ഈമാനിന്റെ ശക്തിയാണ്. അത് അള്ളാഹ് ഇന്നും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ അള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏത്? മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വസ്ഥത ആഗ്രഹിക്കുന്നവനാണ്. സമാധാനം ആഗ്രഹിക്കുക. നമുക്കാർക്കും എന്താ, നമുക്കാർക്കും നമ്മളിങ്ങനെ ഇവിടുന്നാണ്ട് പോണ പോക്കിൽ ഒരു ചെറിയൊരു വേദന ഇങ്ങനെ അപ്പം തന്നെ പള്ളയെ കാഴ്ച തുടങ്ങും. കാരണം അത് വേറെ വല്ല വേദനയാണോ? അപ്പം തന്നെ പഠിച്ചോ എൻ്റെ സ്വസ്ഥത ഒക്കെ അപ്പം നഷ്ടപ്പെടുമോ, എന്താ അപ്പം അവിടെ വേദന? ടെസ്റ്റ് നടത്തിയവൻ പറഞ്ഞ് നിങ്ങൾ പിന്നെ മറ്റേ ലാബിൽ പോയിട്ട് നല്ലോണം ഒന്ന് ഒരു ഇതും കൂടി എടുത്താളി, അവൻ്റെ കഥ കഴിഞ്ഞ് തന്നെയാണ്. നമ്മളിപ്പോൾ അങ്ങനത്തെ ടെസ്റ്റാണ്. സാഹബത്തിൽ ലാബ് ടെസ്റ്റ് അല്ലേ ഇനി? ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കലും ദഅവത്ത് നടത്തലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകലും ഇങ്ങനെ സുദീർഘമായ ടെസ്റ്റ് ആയിരുന്നു അവരത്. നമുക്കിതാ ടെസ്റ്റ്. അപ്പൊ നിർഭയത്വം, അപ്പൊ സ്വസ്ഥത പോയി മനുഷ്യന്റെ. ഈ തരത്തിൽ ഒരു സ്വസ്ഥതയും ലക്ഷ്യം വെക്കാത്തവരായിരുന്നു റസൂലും സഹാബത്തും. നിർഭയത്വം, ഓൾക്ക് നിർഭയത്വം കിട്ടണം എന്ന് ആഗ്രഹമല്ല. എങ്ങനെ നിർഭയത്വം? നമ്മളെപ്പോലുള്ള നിർഭയത്വം. കാരണം നിർഭയത്വം ആഗ്രഹിക്കാൻ പറ്റിയ കണ്ടീഷനല്ല മക്കയില്, മദീനയിലും ഏറെക്കുറെ അങ്ങനെ തന്നെ. പിന്നെയാണ് ഇസ്ലാമിൽ അമ്മിങ്ങനെ ഉണ്ടാകുന്നത് ഈ യുദ്ധങ്ങൾക്ക് ശേഷം. ഇസ്ലാമിൽ അമ്മിനുണ്ടാകുന്നത് ഈ യുദ്ധങ്ങൾക്ക് ശേഷമാണ്. സ്വസ്ഥതയും സമാധാനവും, പ്രശ്നമില്ലാതിരിക്കണം, ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇത്തരം കാര്യങ്ങളൊന്നും അവരെ മനസ്സിലുള്ള അജണ്ടയിൽ ഇല്ല തന്നെ. കാരണം സാഹചര്യമോ സന്ദർഭമോ കാലഘട്ടമോ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അള്ളാഹ് ചെയ്തൊരു വാഗ്ദാനത്തിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് ഇപ്പം ഞമ്മക്കില്ലാത്തത്. യുദ്ധമൊന്നും നടക്കണില്ലേ പലയിടത്തും? മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളായ ആൾക്കാർ ഏറ്റുമുട്ടുന്ന എത്രയോ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം കിട്ടാത്ത ഓല മോശമെന്നിട്ട് നമ്മൾ ഏതായാലും പറയണ്ട. ഇതിലെന്തോ തകരാറാണെന്ന് കണക്കൂട്ടിയാൽ മതി. ഇപ്പം അറിയുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടാവും. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നൂറിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്ത്? ലയസ്തഖലിഫന്നഹും കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്ക് ഞാൻ ആധിപത്യം നൽകാം. നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകാം. അള്ളാഹ് തൃപ്തിപ്പെടുന്ന ദീനിന്റെ പ്രബോധനത്തിനും അതിന് വേണ്ട സൗകര്യങ്ങൾക്കുമൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വരുത്തിത്തരാം. എല്ലാത്തിനും അള്ളാഹ് വെച്ചൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് റൊഴബാണ്, ശിർക്ക് പേടിയാണ്. ശിർക്കന്മാരൊക്കെ കൽബിൽ പേടിയുള്ളവരാ.
ഏത് കാലഘട്ടത്തിൽ ശിർക്കന്മാരെടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റുമുട്ടിയതായിരിക്കുന്ന മുശ്രിക്കീങ്ങളെ പറ്റി റുഅബ് അവരെ കൽബുണ്ടായിരുന്നു ഖുർആൻ പറയുന്നുണ്ട്. ഒരു പേർച്ച വന്ന് അതല്ല ആളെ അധികം ഉണ്ടാകാൻ കാരണം. മറ്റൊരു സമാസമത്തിലല്ല സാധാരണ കളിക്കല്. സാധാരണ കളിക്കല് സമാസമത്തിലല്ലേ. ഇത് ഡബിൾ കിലോലായി കളിക്കാനുള്ള കാരണം എന്താ? പേടിണ്ടായിട്ട് തന്നെ. അതെന്തുകൊണ്ടാ? ശിർക്കുള്ളതുകൊണ്ടാണ്. തൗഹീദിന് ഒരു പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നിൽ പങ്കു ചേർക്കരുത്. ഇതിന് അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു സഹാബത്തും റസൂലും. അതുകൊണ്ട് തന്നെ അവർക്ക് ശങ്ക ഉണ്ടായിരുന്നില്ല, അവർക്ക് സംശയിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് ഉറപ്പാണ് ഞങ്ങൾ വിജയിക്കും. കാരണം അള്ളാഹിന്റെ വാഗ്ദത്തമുണ്ട്, ഞങ്ങൾക്ക് ഈമാനുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ സ്വാഭാവികമായിട്ട് യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഇത് മുമ്പ് പരിചയമില്ലാത്തൊരു ഏർപ്പാടാണല്ലോ. മുമ്പ് പരിചയമില്ലാത്തൊരു കാര്യമാകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളും എന്താ പാകുക എന്നുള്ളൊരു കുറുകുന്ന അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ് ഒരു മാനസികമായതായിരിക്കുന്ന ഒരു അവസ്ഥ. വിജയിക്കൂല എന്നല്ല, അള്ളാഹ് വിജയിപ്പിക്കൂല എന്നല്ല, ചെറിയൊരു കുറുഹ് ബാധിച്ചേക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്താണോ വെറുക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് പ്രയാസമായി തോന്നുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടകരമാക്കി തരാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അതോടുകൂടി ഓരോ കാര്യം റെഡിയായി. അപ്പോ ശിർക്കില്ലാത്ത ഒരു സമൂഹമായതുകൊണ്ട് വാഗ്ദാനം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുക്ക് നിർഭയത്വം നൽകി. ബദർ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്നും നമുക്ക് പറയാൻ കഴിയും ഇസ്ലാമിന് ഈ ഒരു വളർച്ച ഒരിക്കലും ലഭിക്കൂല. അതെന്താന്ന് വെച്ചാൽ അതോടുകൂടി ഇസ്ലാമിൻ്റെതായിരിക്കുന്ന ആ അമ്ന്, നിർഭയത്വം, അതേപ്രകാരം ഇസ്ലാമിന്റെ പൊതു ആധിപത്യം, അന്ന് ഭരണവും മദീനയും റസൂലിന്റെ കയ്യിൽ സമ്പൂർണ്ണമായില്ല. ഹിജറ പോയിട്ട് 17 മാസമല്ലേ ആയിട്ടുള്ളൂ. അവിടുത്തെ ഈ യസ്രിബിലെ പനി എന്നാ പറയൽ തന്നെ, അതുമൊക്കെ ആയിരുന്നു കൂടി ഇണങ്ങി വരുന്നുള്ളൂ അന്നേരത്തെ ഈ സംഭവം. പക്ഷെ അള്ളാഹിന്റെ ഖദറും അള്ളാഹു അങ്ങനെയാണ്. അപ്പോ ഒന്ന് ഈമാൻ കൊണ്ടുള്ള വിജയമായിരുന്നു അത്. മറ്റൊന്ന് നേതൃത്വത്തിനെ അംഗീകരിക്കുക, കട്ട സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത് വിജയത്തിന് വലിയൊരു കാരണമാണ്. നേതൃത്വത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് അത് തീരെ വലിയൊരു കാര്യമാണ്. മറ്റും ഞങ്ങളോണ്ട് കഴിയൂലട്ടോ, ഞങ്ങൾ പോവാണ്. ഇതൊക്കെ ഇപ്പം 10,000 ആൾക്കാരുണ്ട്, 10-200 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. ഓലും വലിയ അടിയും തല്ലും കുൽമാലും നടത്തി പരിചയമുള്ളവരാ. ഭക്ഷണമുണ്ട്, അവർക്ക് എല്ലാ സൗകര്യമുണ്ട്. നമ്മളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളിതിന് കിട്ടൂല എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇതൊക്കെ വിജയത്തിന്റെ ഘടകങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മിഖ്ദാദ് ഇബ്നു അൽ അസ്വദിനെ സംബന്ധിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അതേതാണെന്ന് അറിയുമോ? മിഖ്ദാദ്, നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങോട്ട് വലിയ താല്പര്യമാണ്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് എതിരിൽ റസൂലുള്ളാഹിന്റെ അരീഷിൽ വെച്ച് അഥവാ ടെന്റിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഹാജിരീങ്ങളുടെ നേതാവാകുന്ന മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് മുഹമ്മദ് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യുദ്ധം തുടങ്ങാനേ, ലാ നഖൂൽ കമാ ഖാല ഖൗമു മൂസാ ലിമൂസ, മൂസായുടെ ജനങ്ങൾ മൂസ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അല്ല. ഇത് നേതാവിനോടുള്ള സപ്പോർട്ടാണ്, നേതൃത്വത്തിനോടുള്ളതായിരിക്കുന്ന ആ അകമഴിഞ്ഞതായിരിക്കുന്ന ആ ഒരു പ്രതിപത്തി, ആ ഒരു മഹബത്ത് പറഞ്ഞ് അപ്പം നടപ്പിലാക്കാന്നുള്ളത്. അത് വിജയത്തിന്റെ ഒരു സംഗതിപ്പെട്ട. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഹൻദലത്ത് പറഞ്ഞ മാതിരിയാണ്, പിന്നെ നമ്മൾ അപ്പനെ മറക്കും ചെയ്യും. അതാ സംഭവം. എന്താ ഇത് കാണുകയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചെന്ന് നബിയോട് ചെന്നിട്ട് പറയാ, നബിയെ, അതാ തുടങ്ങി. മിഖ്ദാദ് മുഹാജിറിന്റെ നേതാവാ.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അദ്ദേഹത്തിന് ജനങ്ങൾ പറഞ്ഞ പോലെ നബി ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയുകയില്ല. എന്താ മൂസ നബിയോട് പറഞ്ഞത്? ഇത് കണ്ടോ മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ കുത്തറക്കാം, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അത് ഞങ്ങൾ പറയില്ല, ഞങ്ങൾ ഒരിക്കലും അത് പറയുകയില്ല. വലാകിൻ ഇമ്മൈ, ഇതാ നിങ്ങൾ മുന്നോട്ട് പോവുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നിങ്ങനെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഉള്ള കഴിവും ശക്തിയും ഈമാനും വെച്ചുകൊണ്ട് നേതൃത്വത്തിന് അവർ നൽകി. അതാണ് മുഹാജിരീങ്ങളുടെ നേതാവിന്റെ അവസ്ഥ. എന്നാൽ അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞെന്താ? അൻസാറുകളുടെ നേതാവ് എന്ന് പറയുമ്പോൾ റസൂലിനെ അവിടുന്ന് സ്വീകരിച്ച ആൾക്കാരാ. മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നബിന്റെ കൂടെ പെടുന്ന പോയ ആൾക്കാരാണ്. കൂടെ പോയവരും ആദ്യം പോയവരും പിന്നെ പോയവരും ഒക്കെ മുഹാജിരീങ്ങളാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ പല സ്വീകരിച്ച ആൾക്കാരാ. അവർ നബിയുമായി അഖബ ഉടമ്പടി മക്കയിൽ വെച്ച് നടക്കുമ്പം ആ അഖബ ഉടമ്പടിയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ലോക ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ മദീനയിലേക്ക് വരിക എന്നെങ്കിൽ എല്ലാ സഹായം ഞങ്ങൾ, മദീനന്റെ ഉള്ളിൽ വെച്ച് നിങ്ങളെ ഒരാളും ആക്രമിക്കൂല. അന്ന് മദീന രാജ്യം ഇസ്ലാമിക രാജ്യമല്ല, ഒരു ഹജ്ജിന് വന്നതാണ്. അപ്പൊ മക്കയിലെ ഒഴിഞ്ഞ പ്രദേശത്ത് നിന്ന് അഖബ ഉടമ്പടി തന്നെ ഉടമ്പടി നടത്തിയാണ് പോലും. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഒരുപാട് ഉടമ്പടി നടന്നിട്ടുണ്ട്. ആ ഉടമ്പടിയിൽ പറഞ്ഞൊരു കാര്യമാണിത്: നിങ്ങൾ മദീനത്തേക്ക് വന്നാൽ നിങ്ങൾ ആ മദീന പരിധിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ രോമം തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതുകൊണ്ടാണ് അൻസാറുകളുടെ നേതാവാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലഖദ് ആമന്നാ ബിക. എപ്പോൾ പറഞ്ഞാൽ നിങ്ങള് യുദ്ധം തുടങ്ങാൻ നിൽക്കുക, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചു, നിങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങൾ, റസൂലുള്ളാഹിന്റെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങാനും ഈ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ ലഹുദ്നാ മഅക, അത്രക്ക് ഞങ്ങൾ നിങ്ങളെ പിന്നിലുണ്ടാവും. കാരണം റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥനന്റെ യഥാർത്ഥ അർത്ഥം ആലോചിച്ചാൽ തന്നെ എന്താ നിങ്ങൾ ആകെ ബേജാറാവും. എവിടെ ജി എന്നോട് വാഗ്ദാനം ചെയ്ത ആ സഹായം എന്നാ അള്ളാന്റെ റസൂൽ ചോദിക്കണത്? അയിന മാ വാഴ്ത്തനി, അയിന എന്നാണ് അർത്ഥം എവിടെ. മാ വാഴ്ത്തനി, നീ എന്നോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അവിടെ. ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ എന്തെങ്കിലും ശക്തി വേണ്ടേ? ഇവിടെ എന്തെങ്കിലും കുവ്വത്ത് വേണ്ടേ? ഈമാനല്ലാത്തൊരു കുവ്വത്തും ഇല്ല. പിന്നെ അള്ള പറഞ്ഞു സഹായിക്കാന്ന്. അതെങ്ങനെ നബിക്ക് അറിയോ? നബിക്ക് അറിയിച്ചു കൊടുത്തതല്ലേ അറിയുള്ളൂ. അത് അള്ള ഖുർആനിൽ പിന്നെ അക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഞങ്ങളോട് കൂടെ ഈ സമുദ്രത്തേക്ക് ഞങ്ങൾ ഇറങ്ങണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഇതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ തയ്യാറാണ്. ഇതാണ് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി. അപ്പൊ റസൂൽ പറഞ്ഞു സീറു വഅബ്ശിറു, നടക്കി സന്തോഷത്തോടു കൂടെ അള്ളാഹു എന്നോട് ഇഹ്ദ ത്വാഇഫത്തൈൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടിൽ ഒന്ന് എന്നോട് ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തന്നെയുമല്ല, മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ മറിഞ്ഞു വീഴുന്ന സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മസാരിഉൽ കുഫാർ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങാം. അതോട് ഇന്ന് ധൈര്യമായില്ലേ? പറഞ്ഞ റസൂലല്ലേ. ഇപ്പോഴത്തെ നമ്മൾ കുറെ കാലം കഴിഞ്ഞ ആൾക്കാരാ. റസൂൽ നമ്മൾ കണ്ടിട്ടില്ല, റസൂൽ ശബ്ദം കേട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലോ അതിന്റെ തൊട്ട താപീയങ്ങളായി ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നുണ്ടായിരുന്ന ശക്തിയിൽ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെ കുറവ് വരുമോ ആ കുറച്ചിലൊക്കെ നമുക്കുണ്ടാവും. ഞാൻ ഇന്നലെ രാത്രി തറാവിസ്കാരത്തിന്റെ ശേഷം, സാധാരണ മുന്നേ നിശാസ്കാരത്തിന്റെ ശേഷം ഒരു 10 മിനിറ്റ് ക്ലാസ് വെക്കലുണ്ട്. അപ്പോൾ എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, പിന്നെ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട്. എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മാസങ്ങൾ തീ പുകയാറില്ല. ഇത് കേട്ട അന്നത്തെ ചെക്കന്മാർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മളെ ട്രോളും. കാരണം ഓൾക്കിത് പറഞ്ഞാൽ തിരിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ബുഖാരിന്റെ ഹദീസാ.
മാ ഊഖിദു ഫി അബിയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാറുൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ മാസങ്ങളോളം തീ പുകയാറില്ല എന്ന് പറഞ്ഞാൽ അകത്ത് ഉണ്ടാക്കില്ല, വെച്ചുണ്ടാക്കില്ല. അപ്പൊ നമ്മളെ അക്കന്മാര് പോയി അത് റസൂലുള്ള മറ്റേ ഇവിടെ പോയി കഴിച്ചിട്ടുണ്ടാവും. എവിടെ എന്താ പറയല്, മറ്റേ ഫാസ്റ്റ് ഫുഡ് അടിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട തോളുന്ന കാലഘട്ടം അവിടെയാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹ് ഈമാൻ കൊണ്ട് സഹായിക്കും, സഹായിച്ചതിന്റെ ഉദാഹരണമാണിത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ കാലഘട്ടങ്ങൾ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ സംഭവിച്ചേക്കാകുന്ന ഒരു പരീക്ഷണമാണത്. പലതും നമ്മളെ തലിക്കാൻ കയറാൻ ചിലപ്പം ബുദ്ധിമുട്ടാവും എന്നുള്ളത് അത് നമുക്കൊരു പരീക്ഷണം. റസൂലുള്ളാഹിന്റെ സഹാബിയായി ജനിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹിനെ കാണായിരുന്നു, റസൂൽ പറഞ്ഞ് കേൾക്കരുത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുന്നേ മരിച്ച് നമ്മൾ റസൂൽ നമുക്കുമായിട്ട് ദ്വാരണ നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചിലായി. അമ്രുബുല്ലാസ് പറഞ്ഞ മാതിരിയാണ്, രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്നുള്ള നേതൃത്വത്തിന് നൽകിയതായിരിക്കുന്ന ആ ഒരു സപ്പോർട്ടും ഈ വിജയത്തിന്റെ കാരണമാണ്. പിന്നീട് അഹങ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തും എന്നതിനുള്ള തെളിവും കൂടിയാണ് ബദർ. ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്ത് അംഫാൽ 47-ാമത്തെ ആയത്തിലാണ് ആ സംഭവം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ വന്ന വരവ്, ആ വരവിനെ പറ്റി അല്ല പറയാ വലാ തകൂനു, നമുക്ക് ഇന്ന പറഞ്ഞ് നമ്മളോട് ഇന്ന് എന്നോട് പറയാ വലാ തകൂനു, നിങ്ങളാവരുത് കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറാ, ധിക്കാരത്തോടെ അഹങ്കാരികളായ കിബറന്മാരായ നിലയിൽ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ ആവരുത്. ജനങ്ങളെ മുമ്പ് റിയാവ് കാണിച്ചുകൊണ്ടും. റസൂൽ സാഹബത്ത് ഒരു റിയാവില്ല, ഒരു ലോകമാന്യമില്ല. ഇതെന്താ നടക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞ മാതിരിയാ. മറ്റൊരു അഹങ്കാരം, ആൾബലം, അതേ പ്രകാരം തന്നെ മൃഗത്തിൻ്റെതായിരിക്കുന്ന ശക്തി, എല്ലാവിധ അഹങ്കാരവും വയസുദ്ദൂനാൻ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരായ നിലയിൽ വല്ലാഹു ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരെ പറ്റി വലയം ചെയ്തുകൊണ്ട് അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ആ പരാജയം സംഭവിച്ചത്. അപ്പൊ നമുക്കെന്ന് മനസ്സിലായി, കിബിർ കാട്ടി അഹങ്കാരികളായി ഒരു പദ്ധതിക്ക് നമ്മൾ ഇറങ്ങാൻ പാടില്ല. ബദർ എന്നല്ല, ദഅവത്ത് എന്നല്ല, ഏത് മേഖലയിലും ബദറില്ലാതെയും റിയാ ഉന്നാസ് ഇല്ലാതെയുമായിരിക്കണം. അഥവാ അഹങ്കാരവും ലോകമാന്യവും മാറ്റിവെച്ചുകൊണ്ടായാൽ ആ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നബി അവരെ എണ്ണൊക്കെ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് രണ്ടാളുകൾ അവരെ കൊണ്ടുവന്ന് ഇവരോട് ചോദിച്ച് എണ്ണം പെട്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവരെ അറക്കുന്ന മൃഗങ്ങളുടെ എണ്ണം അന്വേഷിച്ചു. അത് ഇത്ര ദിവസം അറക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞ് ഏകദേശം, റസൂൽ അറബി തന്നെയാണല്ലോ, അവരുടെ ജീവിച്ച ആളല്ലേ, റസൂലുള്ളാഹിക്ക് അറിയാലോ, റസൂൽ പുറമെന്ന് വന്ന ആളൊന്നുമല്ലല്ലോ. അപ്പൊ ഏകദേശം ഇത്ര ആളുകൾ ഉണ്ടാകും എന്ന്, 900 ചില്ലാനം ആളുകൾ ഉണ്ടാവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനക്കണക്ക് കൂട്ടിയതാണ്. ഓരോ വരവിന്റെ കോലാണ് ഖുർആൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് അവർ പരാജയപ്പെടാൻ ഒരു കാരണം. ഇത് ഇല്ലാത്തതാണ് റസൂലും സഹാബത്തും വിജയിക്കുവാൻ കാരണം. അംഫാൽ 47 എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നോമ്പാണുള്ള കൂടുതൽ പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ കൂടെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്തബന്ധത്തെക്കാൾ ഈമാനിയായ ഉഖുവത്തിന് അവർ പ്രാധാന്യം നൽകി. രക്തബന്ധത്തെക്കാൾ ഈമാനിയായ ഉഖുവത്തിന് എന്താ? ഇസ്ലാമിക സാഹോദര്യം. അങ്ങനെയാണ്. ഇസ്ലാമിക സാഹോദര്യത്തിന് വലിയ പ്രാധാന്യം നൽകി. ഈ യുദ്ധത്തിൽ, മദീനത്തെ കടലിലെ പറഞ്ഞ് ഈ യുദ്ധവേളയിൽ നോക്ക് നിങ്ങൾ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു പണക്കാരിയുടെ മകനാണ്. റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ട് അതിൽ ആകർഷനായി അദ്ദേഹം മുവഹിദായി. മക്കയിൽ നിന്ന് അദ്ദേഹം മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ മുന്നേ ഹിജ്റ പോയി. അദ്ദേഹം സഫീർ റസൂലില്ല എന്നാണ് അറിയപ്പെടുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അംബാസിഡർ. അങ്ങനെ ഈ യുദ്ധം ബദർ നടക്കുമ്പോൾ ഉഹദിൽ അദ്ദേഹം രക്തസാക്ഷിയായി. ആ രംഗമൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസ് വായിച്ചാൽ നമുക്ക് ഒരു വല്ലാതെ ബറ വന്നു പോകും.
അദ്ദേഹം മരിച്ച രംഗം കണ്ടു. ബദറിലല്ല കേട്ടോ, ഉഹദിലാണത്. ബദറില് ഇദ്ദേഹം മക്കാരനാണ്. മക്കത്തുനിന്ന് വന്ന ആൾക്കാരും മക്കാരൻ തന്നെയാണുള്ളത്. വലുപ്പം മുഹാജിരീങ്ങളാണ്, കാരണം രാജ്യമില്ല, മുഹാജിരിങ്ങളാണ്. മിസ്ബുനുമേറുള്ളവന്റെ മുസ്ലിമീങ്ങളുടെ അണിയില് നേരെ എതിർ പക്ഷത്ത് തന്റെ സഹോദരനാകുന്ന മിസ്അബിന്റെ സഹോദരനാകുന്ന അബു അസീസ് ബിൻ ഉമൈർ ഫി സഫിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ സഫില് നേരെ അപ്പുറത്ത് മിസ്അബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ സഹോദരൻ, നേരെ അടുത്ത് നിൽക്കണ അൻസാരിയായ ഒരു നേരെ അഭിമുഖമായി നിൽക്കുന്ന അൻസാരിയായ സഹാബിയോട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അത് ഏതാണെന്നറിയുമോ? എന്നൊക്കെ ശുദ്ധയതക ബിഹി, ഓനെ നല്ലോണം കൈകാര്യം ചെയ്തോന്ന അതിന്റെ മലയാളം. ആരെ? നമ്മളെ അനുസനെ. നമ്മളിപ്പോ എന്താ പറയല്? എന്തായാലും ഇപ്പൊ സുന്നി മുജാഹിദ് അപ്പൊ നോക്കണ്ട, ഞാൻ കണ്ടേ ഇങ്ങനെ അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ഞമ്മക്ക് ശരിയാണ്, ഓൽക്ക് ശരിയല്ല. അതാണ് നമ്മൾ ഇങ്ങനെ ആകാനും ഓല അങ്ങനെ ആകാനും കാരണം. അത് പോട്ടെ, പിന്നെ പറയാം. നല്ല പോലെ ശ്രദ്ധിക്കണം ഇവനെ. ഇവൻ മക്കയിലുള്ള വലിയൊരു പണക്കാരിയുടെ മകനാണ്. കണ്ടാ, സ്വന്തം അമ്മനെ പറ്റിയാ പറഞ്ഞത്. ഇവന്റെ ഉമ്മ മക്കയിലെ വലിയ പണക്കാരിയാണ്. അതുകൊണ്ട് ഇവനെ നീ നല്ലപോലെ ശ്രദ്ധിക്കണം, കൈകാര്യം ചെയ്യണമെന്ന വർത്തമാനം അബു അസീസിന്റെ കേൾക്കെ മിസ്അബ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ മുശ്രിക്കീങ്ങളുടെ സഫിൽ നിന്ന് ഈ സഹോദരൻ ചോദിക്കുകയാണ്, യാ അഖി ഹാദിഹി വസിയ്യതുക ബി, അല്ലയോ സഹോദര, അല്ലയോ മിസ്അബേ, ഇതാണോ നീ എന്നെ പറ്റി വസിയത്ത് ചെയ്യുന്നത്? എന്നെ കൈകാര്യം ചെയ്യാനാണോ നിന്റെ കൂടെയുള്ള ആളോട് നീ പറയുന്നത് എന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മിസ്അബ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഖാല മിസ്അബ് ഇന്നഹു അഖീ ദൂനക്, എടോ നീയല്ല എന്റെ സഹോദരൻ, ഇവനാണ് എന്റെ സഹോദരൻ. ഇപ്പോൾ നീ എന്റെ സഹോദരനല്ല, ഇവനാണ്, ഈ അൻസാരിയാണ് എന്റെ സഹോദരൻ എന്ന്. എന്താ രംഗം? തുറന്നങ്ങോട്ട് പറയാണ്, ഇന്നഹു അഖീ ദൂനക്, നീ അല്ല എന്റെ സഹോദരൻ. എന്റെ സഹോദരൻ ഞാൻ നിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഈ അൻസാരിയായ മനുഷ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓല് തമ്മിലുള്ള ഉഖുവത്തുൽ ഈമാൻ, രക്തബന്ധത്തെക്കാൾ ഇതെങ്ങനെ? ഇത് വാപ്പപ്പുറത്ത്, മകനപ്പുറത്ത്, സഹോദരപ്പുറത്ത്, മറ്റേട്ടനപ്പുറത്ത്, അമ്മോശപ്പുറത്ത്, മരും അപ്പുറത്ത്. അങ്ങേതിന്റെ പരിപാടി. അറിയാത്തവരും കാണാത്തവരും പരിചയമില്ലാത്തവരും തമ്മിലല്ല. ആ ചരിത്രം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് രക്തബന്ധമുള്ള ആളുകൾ ഒരു പടി അതിലുണ്ട്. രക്തബന്ധമുള്ള ആളുകൾ, പക്ഷേ ഈ ഈമാനിയായ ബന്ധത്തിന് ഉഖവത്തിന് അവർ സ്ഥാനം നൽകിയത് കൊണ്ട് അവർക്ക് അള്ളാന്റെ സഹായം കിട്ടി. അതാണ് ആദർശ ബന്ധം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. നൂഹ് നബിയോട് പിന്നെ അള്ള പറഞ്ഞില്ലേ, ഓ എൻ്റെ മാനല്ല, എന്ന് അറിഞ്ഞില്ലേ? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? രക്തബന്ധത്തിൽ പറഞ്ഞ് അദ്ദേഹത്തിന് ഇന്ദ്രിയത്തിൽ പറഞ്ഞ മകൻ നിന്റെ മാന് എവിടെയെന്ന് ചോദിച്ചുള്ള വർത്താനം ആ രീതിയിൽ അഹ്ലിനെ രക്ഷപ്പെട്ടാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി പറഞ്ഞാണ് എൻ്റെ മാനല്ല എന്ന് പറഞ്ഞാൽ ആദർശ ബന്ധമാണ് ഇസ്ലാമിൽ പവിത്രമായത്. രക്തബന്ധം പവിത്രമാണ്, വിവാഹബന്ധം പവിത്രമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ ഇത്തരം സന്ദർഭങ്ങളിൽ നിലനിൽക്കുന്നത് ഉഖുവത്തുൽ ഈമാനാണ്. ആ ഉഖുവത്തുൽ ഈമാൻ നിറഞ്ഞു തുളുമ്പിയ ഒരു വിഷയമായിരുന്നു ബദർ. അതും വിജയത്തിന്റെ ഒരു കാരണമാണ്. ഇത് ഞമ്മക്കുള്ള ഒരു സന്ദേശമാണ്. ഇത് ഞമ്മക്കുള്ള സന്ദേശം എന്താ? വിശ്വാസി സമൂഹം ഒരൊറ്റക്കെട്ടായിരിക്കണം. ഇന്ന എണ്ണും ബണ്ണും ആയുധം ഒന്നും പ്രശ്നമല്ല. വിശ്വാസി സമൂഹം, ഈമാനിയ സമൂഹം ഒരൊറ്റക്കെട്ടായിരിക്കണം, ഭദ്രമായിരിക്കണം. ഭദ്രമായതായിരിക്കുന്ന ബിൽഡിംഗ് പോലെ ആയിരിക്കണം എന്ന് ഖുർആൻ ഹദീസ് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മറ്റൊന്ന്, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെയുള്ള പ്രാർത്ഥന. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രംഗം അള്ളാഹ് പറയുന്നുണ്ട്,
കാരണം മലായിക്കത്ത് ചോദിക്കാൻ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യേണ്ടി? ഓൽക്കിത് മുമ്പ് പരിചയമില്ലല്ലോ. മനുഷ്യന്മാരുമായുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഓൽക്ക് മനുഷ്യന്മാരുമായിട്ടും മലക്കുകളുമായിട്ടും ആരുമായിട്ടും യുദ്ധം പരിചയമില്ല. ഫദ്രിബൂ ഫൗഖൽ അയനാഖി ഫദ്രിബൂ മിൻഹും കുല്ല ബനാൻ. അള്ളാഹ് യുദ്ധം പഠിപ്പിച്ചു കൊടുക്കുക മലായിക്കത്തിന്. ഖുർആനിലാണ്. നിങ്ങൾ അവരെ കഴുത്തിന്റെ മേലെ വെട്ടുക, അവരെ അംഗവംഗങ്ങളൊക്കെ വിച്ഛേദിക്കുക എന്ന്. യുദ്ധം എങ്ങനെ നടത്തേണ്ടത് ചോദിച്ചപ്പോൾ അള്ളാന്റെ മലായിക്കത്തിനോട് അള്ളാഹ് യുദ്ധം പഠിപ്പിച്ചു കൊടുത്തു എന്ന്. അതിന്റെ കാരണം എന്താ? ഇത് തസ്തഗീസൂന റബ്ബക്കും വസ്തജാബലക്കും അന്നക്കും മുമിദ്ദുക്കും ബി അൽഫ് അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. ഈ തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. ഫസ്തജാബലക്കും റബ്ബക്കും, റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും, ഞങ്ങൾ സഹായിക്കാം. എങ്ങനെ? ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെ ഇറങ്ങി വരുന്നതായ ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുആക്ക് ഉത്തരം നൽകിന പറഞ്ഞേ. ഈ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയതിന്റെ കോലം എങ്ങനെയാണ്? ആയിരക്കണക്കായ മലക്കുകൾ ഇറക്കിയും കൊണ്ട് ശത്രുവിന്റെ കഴുത്തുകളും അംഗഭാഗങ്ങളും ഒക്കെ വിച്ഛേദിച്ച് കളയണമെന്ന പരിശീലനം നൽകി അള്ളാഹു വിട്ട മലായിക്കത്തിന്റെ ഇടിയും തൊഴിയും പൊട്ടും കൊണ്ടാണ് മുശ്രിക്കീങ്ങൾ കൊല്ലപ്പെട്ടത്. അത് അള്ളാഹ് പറഞ്ഞാണ്, ഇഹ്ദത്തായിഫത്തെ നിങ്ങൾക്ക് ഞാൻ തരാം. അതിലിതൊക്കെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, ഉറപ്പിന്റെയും പ്രശ്നമാണ്. വിശ്വാസം ഉറപ്പില്ലെങ്കിൽ എല്ലാ രംഗത്തും നമ്മൾ പതറിപ്പോവും. വിശ്വാസം തൗഹീദ് എന്താ? നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സഹാബത്തിന്റെ ആ ഒരു അന്നത്തെ സാഹചര്യത്തെ പരിശോധിച്ചാൽ പിന്നെ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടായി. അബ്ദുറഹ്മാനെ പോലത്തെ ആൾക്കാർ കച്ചവടക്കാരായി, കുറച്ചൊക്കെ പൈസക്കാരും കാര്യം പണക്കാരും ആശ്വാസം സമാധാനമൊക്കെ വന്ന് അതൊക്കെ പിന്നീട് അത് സഹാബത്ത് പറയുന്നുണ്ട്. അവര് ദുന്യവിയായ ഒരു സ്വസ്ഥതയും പോലും ആഗ്രഹിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങ. ദുനിയാവിലെ സ്വസ്ഥതയും ദുനിയാവിലെ നിർഭയത്വം അല്ല അവരാഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് അപ്പ സ്വർഗത്തിൽ കിടക്കണം. നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നരകം കേട്ട അവർക്ക് ആ ഭാഗം ചിന്തിക്കാൻ പറ്റില്ല. അത്രക്ക് ഈമാൻ ഉള്ളവരായിരുന്നു, അത്രക്ക് ശക്തമായിരുന്നു അവരുടെ ഈമാൻ. പിന്നെ റബ്ബിന്റെ വഅദയിൽ അവർക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പല തെറ്റ് ചെയ്തപ്പോൾ. ഇതാണ് ഇങ്ങനെ. ഇനി ഒരുപാട് കാരണങ്ങളുണ്ട്. റമദാൻ നോമ്പ് അതുകൊണ്ട് ഇത് വല്ല പറയാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളിൽ വിജയത്തിന്റെ നിദാനമായി അതിന് അസ്ബാബുകളായി ഉണ്ടായിത്തീർന്ന ഒരുപാട് സബബുകളുണ്ട്. അപ്പൊ നമ്മൾക്കിതിന് ഈ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഇത് അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, ബാക്കിയുള്ള പഠിക്കാൻ സന്നദ്ധരാകുക. എന്നാൽ നമ്മുടെ നാട്ടിലെ ബദർ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയിപ്പോൾ അതിൽ ലേശാത് പറയാം. ഇതൊന്നുമല്ല നമ്മളെ നാട്ടിലെ ബദർ പറഞ്ഞാൽ. ഈ സംഭവം നടക്കുന്നത് 17-നാണ്. റസൂൽ പുറപ്പെട്ട് റമദാൻ 12-നുമാണ്. 17 അന്ന് വെള്ളിയാഴ്ച രാവിലെയാണെന്നാണ് ചരിത്രത്തിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത്. അത് ആ 17 ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് ആഘോഷിക്കുകയാണ്. ഒരു നിലക്കും ആഘോഷിക്കാൻ ഒരു വകുപ്പില്ല. ഇതിങ്ങനെ ഈ കൃത്യതിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ കുത്തിർന്ന് കരയാനല്ലാതെ, അതല്ലെങ്കിൽ അതിൻ്റെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനും ജീവിതത്തിൽ ഒരു മടക്കമുണ്ടാകുവാനും അല്ലാതെ ഒരു തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ബദറിനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നിനും മനുഷ്യൻ തുനിയൂല. കാരണം എന്താ? അതല്ലത് പ്രേരിപ്പിക്കുന്നത്, അതല്ലത് പറയുന്നത്, അതല്ല ഇതിലെ ഗുണപാഠം. നമ്മുടെ നാട്ടിലില്ല. ഇപ്പൊ നാളെ 17. ഇപ്പൊ അതിനുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയത് പിരിവ് നമ്മുടെ നാട്ടിലൊക്കെ. എന്നിട്ടെന്താ? അവരെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാ നിയമത്തും ബർക്കത്തുണ്ടാവും. അതിന് ബദർ മൗലൂദ്, അതേ പ്രകാരം തന്നെ ബദർ മാലകൾ, കിസ്സപ്പാട്ടുകൾ, അങ്ങനെ ഒരുപാട് കഥകൾ പൊടിപ്പും നൊങ്ങലും വെച്ച് അത് പോട്ടെ. അതിൽ ആ ജിബിയിലൊക്കെ വരുന്ന വരവുണ്ട്. ആ ബദറിലെ കിസ്സപ്പാട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തോന്നും, അല്ല ജിബിയിൽ ഇപ്പം വന്നോ? ചില ആൾക്കാർ ഈ തൊള്ളൻ്റെ സാമർഥ്യം ഉണ്ടാവും. അതിൽ ഓലും കിട്ട് ആ വായു സാമർഥ്യം കൊണ്ട് ജിബിയിലൊക്കെ വരുന്ന
അതിങ്ങനെ അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മൂപ്പര അങ്ങോട്ടില്ലേ ഉത്തരക്കണ മൂപ്പരാണ് അറിയും. അജാതി വാക്ചാതുര്യം സാമർത്ഥ്യമുള്ള ആളുകളുടെ ബദറിനെ പറ്റി ഒന്നുമല്ല. ബദറുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും അല്ല. തന്നെയല്ല, ഇവരെ പേരിൽ കെട്ടിണ്ടായ കുറെ മാലകളുണ്ട്. ഓലെ പേര് പറഞ്ഞാൽ തന്നെ സൂക്കട് മാറുന്ന. എന്നാ പിന്നെ അതിൽ ഓൾക്ക് യുദ്ധം നടക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല റസൂലിന്റെ പേരും പറഞ്ഞ് ബദർക്ക് പോകാതെ മദീൻ തട കുത്തർന്നാൽ മതി. ഈ സമൂഹം ഈ പലതും പല പഴയ സംഗതികളും പുതിയതായിട്ട് പൊടി തട്ടി വരുന്നുണ്ട്. ഈ മജ്ലിസുന്നൂർ ഞാൻ വിചാരിച്ചെന്തോ സംഗതി കാര്യപ്പെട്ട ഹദീസൊക്കെ കൂട്ടിണ്ടാക്കിയതായിരിക്കും. ഒരിക്കൽ ചെല്ലണേന് കുറച്ച് ദൂരത്ത് ഞാൻ അങ്ങനെ പോയി നിന്ന് ഇതൊന്ന് കേട്ടാലല്ലേ ഇപ്പോൾ തിരിയുള്ളൂ. പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അങ്ങനെ അടങ്ങാതെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതെന്താ ഇത് പഴയ ബദറുമാലിയും പഴയ ഈ ഇതെല്ലാം കൂടി പലയിലും ഇങ്ങനെ കട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അതൊരു ഒരു 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 ഔറാദാക്കി ചെല്ലാണ്. ബദരീങ്ങളാക്കുന്ന റബ്ബന എന്നുള്ള ആ ഭാഗം ബദർ മുഹദിലെ ഭാഗം എടുത്തിട്ട് അത് ഇതിലൊരു അവസാന ഭാഗത്ത് എന്നിട്ട് മുറാദിയ മുറാദിയ മുറാദി മുറാദിയ അതിലെ ബദിരിയ മുറാദി എന്നുള്ള വേറൊരു കോലത്തിൽ ഓല ഉദ്ദേശം അതാണ്. പച്ച അറബി മലയാളത്തിൽ ബദരീങ്ങൾ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വാകൾ ആണവില്ല എന്നോവർ. ബദരീങ്ങളെ പേര് പറഞ്ഞാൽ തന്നെ തടിക്ക് യാതൊരു അസുഖം ഉണ്ടാവില്ല. ഇത് ഈ കൗമിനെ പഠിപ്പിച്ച എങ്ങനെ ഉണ്ടാവും? നാട് ശിർക്കിലും മുങ്ങാൻ പിന്നെ വേറെ എവിടേക്കാ പോകണം? നാട് ശിർക്കിലും കുഫറിലും മുങ്ങാൻ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം ഇതിങ്ങനെ കുത്തർന്ന് പാടല്ലേ. നിങ്ങൾ പെരിയിൽ പോയിട്ട് വല്യന്മാരുണ്ടെങ്കിൽ ഇതിങ്ങനെ ബദരീങ്ങൾ പേരീനെ ബാക്കി ഓല് പാടും. കാരണം എന്താ? ഓല ഇസ്ലാന്തിന് ഓല പ്രമാണം ഓല തെളിവും ഇസ്ലാന്തി ഓല് പഠിച്ച് ഇതാണ്. ബദനിൽ വബാകൾ ഉണ്ടാവില്ല തടിമല്. ബദറിൽ പങ്കെടുത്ത സഹാബികൾ തന്നെ പ്ലാഗ് രോഗം പിടിച്ച് മരിച്ചു പോയ ആൾക്കാരുണ്ട്. ഓൾക്ക് പേരും കഴിഞ്ഞു. ബദരീങ്ങളിൽപ്പെട്ട ആളുകള് പല മാരകം എന്ന് ഞാൻ പറയില്ല, പ്ലേഗ് താവൂർ പോലെയുള്ള രോഗങ്ങൾ പിടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞെങ്ങനെ? അപ്പൊ ഇത് ശിർക്കും കുഫറും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ ആരോ കെട്ടിണ്ടാക്കി സമൂഹം ഇത് ദീനാക്കി, പിന്നെ അത് തീനാക്കി അങ്ങനെ കൊണ്ടു നടക്കാം. വല്ലേ മുതലും വാലഞ്ഞവൻ ഓതുകിൽ എന്നും നിഅമത്തിലാകും അതെന്നോവർ. എല്ലേ സ്വത്ത് നഷ്ടപ്പെട്ടവൻ ഓരോ പേര് പറഞ്ഞാൽ എന്നും നിഅമത്തുണ്ടാവും. അല്ല ഉണ്ടാവും. പറഞ്ഞിങ്ങനെ ഉത്തർന്നാൽ മതി. അതുകൊണ്ട് ഇത്തരം നയാ പൈസ ഇജാതി പരിപാടിക്ക് കൊടുക്കരുത്. നയാ പൈസ കൊടുക്കരുത്. കച്ചവടക്കാർ പേടിച്ചിട്ട് കൊടുക്കാൻ ഇനിയിപ്പോ വന്നതല്ലേ, കുഞ്ഞാപ്പുവാജിയല്ലേ, മേമാജിയല്ലേ, എന്ത് ചിലക്ക പോകാൻ പറയില്ല. അതെ, നയാ പൈസ കൊടുക്കരുത്. കൊടുക്കരുത് തന്നെ കൊടുക്കരുത്. ഞമ്മോട് പരസ്യമായിട്ട് പറയില്ലേ ഞങ്ങൾ തരില്ലാന്ന് എന്നോട് പറഞ്ഞു. നാട്ടില് ഒരാൾ പേര് അഡ്രസ് നോക്കാൻ ഞാൻ പറയില്ല. സമ്മേളനത്തിൻ്റെ കലക്ഷന് പോയപ്പോൾ തരില്ല. അൽഹംദുലില്ലാ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഓരോ വിശ്വാസമാണേ. ഓൻ ഏതാ യാതൊന്നും ഞാൻ പറയില്ല, അമുസ്ലിം ഒന്നുമല്ല. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടും ചിലപ്പോൾ. ഇനി പറഞ്ഞായിട്ട് ഇന്ന അടുത്ത് നടന്നാകുമ്പോൾ ഇവിടെ പറഞ്ഞ് പ്രയാസാക്കില്ല. ശിർക്ക് ആരെങ്കിലും നായാ പൈസ അത്തരം ശിർക്കൻ കുഫ്രം പരിപാടിക്ക് കൊടുത്താൽ അത് അവൻ്റെ ശിർക്കിനെ സഹായിക്കലാണ്. അതിന് നാളെ പരലോകത്ത് മറുപടി വേറെ കണ്ടെത്തേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഓല നമ്മൾ മിണുങ്ങൊന്നുമില്ല, ആക്കെ നമുക്ക് തോന്നുക. അതിനകത്തുനിന്ന് ചെറുക്കന്മാർ ഇവിടെ വളർന്നിട്ടൊന്നുമില്ല. എവിടെയും തൗഹീദ് ഒരുത്തം മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ ഒന്ന് മതി. അങ്ങനെയല്ലേ ഇതൊക്കെ രൂപപ്പെടുന്നത്, അങ്ങനെയല്ലേ പള്ളിയാണ്, അങ്ങനെയല്ലേ യൂണിറ്റ് ആകുന്നത്, അങ്ങനെയല്ലേ വലിയ ജുമായും ജമാഅത്തും സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒന്നോ രണ്ടോ ആളുകൾ ആദ്യം ഇതിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒഴുക്ക് തൗഹീദിന് വെളിച്ചം കിട്ടും. തന്നെയല്ലേ അടക്കപ്പെടുന്ന വസ്തു ഇത് തഴമീം കൽപ്പിക്കുന്ന വസ്തുവാണ്. എന്താ പകര്? ബദരീങ്ങളെ പോത്ത്. ബദരീങ്ങളെ പോത്തുണ്ട് അവിടെ. ഓലൊക്കെ മരിച്ചു പോണേക്ക് പോയില്ലേ?
ബദരീങ്ങളെ പോലത്തെ ഇതിനൊരു കണ്ണം തിന്നാൽ എല്ലാ അസുഖം മാറും എന്റെ വല്യമ്മ മുമ്പ് പറഞ്ഞു. അത് കിട്ടാനേ ഒരു പൊറുദ്യത. ഈ വസ്തുവിന് തഅലീം കൽപ്പിച്ചുകൊണ്ട് ഇതിനെ അറക്കുന്നവൻ കാഫിറായി പോകുന്ന ഇമാം നബവി പറഞ്ഞു അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ കാണാൻ. ബാബു ലാനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ എന്നൊരു അധ്യായമുണ്ട് ശറഹ് മുസ്ലിമിൽ, ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിൽ. അതിന് ഇമാം നബവി ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് തഅലീമുൽ മസ്ബൂഹി ലഹു ഉണ്ടായാൽ ഈ അറുക്കപ്പെടുന്ന വസ്തുവിന് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, പോർച്ചയുണ്ട്, സേട്ടതയുണ്ട്, ശിഫയുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്നർത്ഥം. സാറബി അറക്കുന്നതിനോട് കൂടി ആള് മുർത്തതായി പോകുന്ന ഗൗരവമുള്ള കാര്യമാണ്. അത് മറ്റാവശ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുക, പെരണ്ടാക്കാനോ മറ്റാവശ്യങ്ങൾക്കോ. ആദർശപരമായ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ കരുതണം. എന്താ നിങ്ങൾ ശിർക്കിനെ സഹായിക്കലായിത്തീരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം ഇതൊക്കെ അങ്ങനെയാണല്ലോ. റമദാനൊക്കെ ആകുമ്പോൾ ചെറിയൊരു സന്ദേശം മാത്രം ജനങ്ങൾക്ക് നൽകുക. നമുക്കതിലൂടെ ലഭിക്കാതെ 2-3 കാര്യങ്ങൾ ഇനിയും പെരുത്ത് പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം സൗകര്യം പോലെ. അല്ലാത്ത അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ എന്നതിൽ പെടും ഈ സാധനമൊക്കെ. ഖുർആന്റെ നസ്സിനെതിരായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ എടുത്തിരുന്നു. 20 വർഷമായിട്ട് ഞങ്ങളൊരു കളക്ഷൻ എടുക്കലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം പള്ളിക്ക് വരുമാനമൊക്കെ ഉണ്ട്, 3-4 പീടിയ റൂമുണ്ട്, അവിടെ ശമ്പളം കാര്യമൊക്കെ അവിടെ നടന്നു, അതൊന്നും പ്രശ്നമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഹൗസിൻ്റെ പണിയും ഈ പ്രാവശ്യം റമദാൻ കഴിഞ്ഞിട്ട് സ്ത്രീകളെ ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ വന്നപ്പോൾ ചില്ലറ പോലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയും. അതല്ലാതെ പള്ളി നടത്താനല്ല, പള്ളി നടത്തിക്കൊണ്ടുപോകാനുള്ള കലക്ഷനെ അല്ല, അതിന് അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഞങ്ങൾക്കവിടെ വരുമാനമുണ്ട്. പക്ഷേ അവിടുത്തെ ഈ എക്സ്ട്രാ വർക്കുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ചിലവുകൾ, അതിലേക്ക് നിങ്ങളാൽ സാധിക്കുന്ന ആളുകൾ കഴിഞ്ഞ പരമാവധി സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ഈമാനിയായി സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനിൻ്റെ ശക്തി അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. റമദാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനിയുള്ള ദിനരാത്രികളിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാൻ മുഖേന പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കുന്നവയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.